അച്ഛാ, ഗോസ്പൽ ടി വി UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. സെന്റ് തോമസ് ഇവാഞ്ചലി ചർച്ച് ഓഫ് ഇന്ത്യയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ആ സഭയെക്കുറിച്ച് ഒന്ന് പറയാമോ? അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഉപദേശങ്ങൾ, ആരംഭം, അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? മാർത്തോമാ സഭയിലുണ്ടായ ഒരു നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അനന്തരഫലമായിട്ട് ആരംഭിക്കപ്പെട്ട സഭയാണ് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. 1952 മാർത്തോമാ പത്യോപദേശ സമിതി ആരംഭിച്ചു. അത് മാർത്തോമാ സഭയിലെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു നവീകരണം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ചതായിട്ടുള്ള ഒരു സഭയാണ്. എന്നാൽ ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച KN ഡാനിയൽ സാറ് പല പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. പിന്നീട് 4 പട്ടക്കാരെ സഭയിൽ 1960 മുടക്ക് ഉണ്ടായി. അതേ തുടർന്നാണ് ഒരു പുതിയ സഭയായി ആ പട്ടക്കാർക്ക് ശുശ്രൂഷിക്കാൻ അവരിവിടെ പോകും എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നപ്പോൾ അതേ തുടർന്നാണ് ഒരു പുതിയ സഭ ആരംഭിക്കുവാനായിട്ട് അന്നത്തെ നേതാക്കന്മാർ തീരുമാനമെടുത്തത്. ഈ മാർത്തോമാ സഭയും ഇവാഞ്ചലിക്കൽ സഭയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? എന്ത് കാരണത്താലാണ് മാർത്തോമാ സഭയിൽ നിന്ന് ഇവാഞ്ചലിക്കൽ സഭയായിട്ട് രൂപീകൃതമാകാനുള്ള കാരണം? പ്രധാനമായിട്ടും ഉപദേശപരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും അന്നത്തെ മെത്രാപ്പോലീത്ത മാർത്തോമാ സഭയെ മാർത്തോമാ സഭ വിട്ടുവന്നത് യാക്കോബായ സഭയിൽ നിന്നാണല്ലോ. ആ യാക്കോബായ പാരമ്പര്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഒരു ഭിന്നതയ്ക്ക് വിഷയമായത്. കാരണം പ്രത്യേകിച്ചും അപ്പവീഞ്ഞുകളെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കലുകൾ, അത് കർത്തൃമേശയിൽ അപ്പവീഞ്ഞുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സാന്നിധ്യവാദം, പിന്നെ വസ്തുമാറ്റ ഉപദേശം, അങ്ങനെയുള്ള പല പഠിപ്പിക്കലുകളിൽ മാർത്തോമാ സഭ ഒരു നിശ്ചിത സ്റ്റാൻഡ്, പ്രത്യേകിച്ചും വസ്തുമാറ്റ ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് മെത്രാപ്പോലീത്തായും മറ്റും വന്നു എന്നുള്ള ആ പ്രയാസമാണ് ഇവാഞ്ചലിക്കൽ സഭ ഉണ്ടാകുവാനായിട്ട് കാരണമായി വ്യതിചലിക്കുന്നു. അങ്ങനെ കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഡാനിയൽ സാറ് കൊടുക്കുകയും അതിൽ മാർത്തോമാ മെത്രാപ്പോലീത്ത കൊടുത്ത ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലത്തിൽ മാർത്തോമാ സഭയുടെ വിശ്വാസ ഉപദേശങ്ങൾക്ക് ആധാരം 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം മാത്രമല്ല, പിതാക്കന്മാരുടെ എഴുത്തുകളും പാരമ്പര്യവും മറ്റും ഉപദേശത്തിന് ആധാരമാണെന്ന് കൊടുത്തു. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർത്തോമാ സഭ പഠിപ്പിക്കുന്നില്ല, എന്നാൽ പ്രാർത്ഥിക്കുന്നതിനെ വിലക്കുന്നതുമില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സത്യവാങ്മൂലം അതാണ് ഏറ്റവും അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി തീർന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രവുമല്ല, അന്നത്തെ തക്സായിൽ, അന്നത്തെ ഓർഡർ ഓഫ് ലിറ്റർജിയിൽ ഒക്കെ ഉണ്ടായിരുന്ന ചില പരിഷ്കാരങ്ങൾ, അന്നൊരു ഏകീകരിച്ച ഓർഡർ ഓഫ് ലിറ്റർജിയിലായിരുന്നു. ആ പരിഷ്കാരങ്ങളും ഒക്കെ മാർത്തോമാ സഭയെ പിന്നെയും ഒരു യാക്കോബായ പാരമ്പര്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു വലിയ ചിന്ത അന്നുള്ളവർക്കുണ്ടായി. അത് സംബന്ധിച്ച് മെത്രാപ്പൊലീത്തായുമായി നടത്തിയ പല ചർച്ചകളും പരാജയപ്പെട്ടു. ഡോക്ടർ സ്റ്റാൻലി ജോൺസും മറ്റും മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. മെത്രാപ്പൊലീത്തായെ സ്വാധീനിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിടിയിൽ അദ്ദേഹമായി തീർന്നു എന്നുള്ള ഒരു വലിയ അഭിപ്രായം ഡാനിയൽ സാറിനും മറ്റും ഉണ്ടായി. അതേ തുടർന്ന് അഭിപ്രായ ഭിന്നത പുലർത്തുന്നവർ പല സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ചെങ്കിലും ഒത്തിരി മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തി സഭയ്ക്കുള്ളിൽ തന്നെ നിന്ന് അതിനെ നവീകരിക്കുക എന്നുള്ള ശ്രമങ്ങളെ പരാജയപ്പെട്ടപ്പോഴാണ് പുതിയൊരു സഭ രൂപീകരിക്കുവാനായിട്ട് മുന്നോട്ട് വന്നത്. അങ്ങനെ വന്നപ്പോൾ മാർത്തോമാ സഭയുമായി പ്രകടമായ ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ബിഷപ്പന്മാരുടെ അല്ലെങ്കിൽ വസ്ത്രധാരണം, അതിൻ്റെ പിമ്പിലുള്ള പഠിപ്പിക്കലുകൾ ഒരു അഖിലോന്യ പൗരോഹിത്യ മാതൃകയിൽ നിന്നും മാറി ഒരു നവീകരിക്കപ്പെട്ട സഭയായി. എന്നാൽ തന്നെ അതിൻ്റെ എപ്പിസ്കോപ്പൽ സ്വഭാവം നിലനിർത്തണമെന്ന് ഇതിൻ്റെ സ്ഥാപക പിതാക്കന്മാർ ആഗ്രഹിച്ചു. അതുകൊണ്ട്
ഈ മാർത്തോമ സഭ അഹരോന്യ പാരമ്പര്യത്തിലാണോ നിൽക്കുന്നത്? അഹരോന്യ പാരമ്പര്യത്തിൽ എന്ന് പറയുവാനായിട്ട് അങ്ങനെ പറയുവാനായിട്ട് കഴിയുകയില്ല. അവർ ഉപയോഗിക്കുന്ന തൊപ്പി, ഉപയോഗിക്കുന്ന കുരിശ്, അതുപോലെയുള്ള വസ്ത്രത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. ഒരു ഈസ്റ്റേൺ പൗരസ്ത്യ ട്രഡീഷൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അന്ത്യോക്യ പാരമ്പര്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒത്തിരി കാര്യങ്ങൾ യാക്കോബായ സഭയിൽ നിന്നും മാർത്തോമാ സഭ ഉടലെടുത്തപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ അന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഓർക്കേണ്ട ഒരു കാര്യം, മാർത്തോമാ സഭ ഉടലെടുത്ത് തന്നെ വേദപുസ്തകം മലയാളത്തിൽ ലഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായതിനു ശേഷം മാത്രമാണ്. അന്നത്തെ വോക്കർ സാഹിബും മറ്റും വന്ന് പഠിപ്പിക്കുകയും വോക്കർ സാഹിബൊക്കെ തിരുനെല്ലുവേലിയിൽ വന്ന് മാരാമണ്ണ് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം. അതൊക്കെയാണ് ആളുകളെ കൂടുതൽ സുവിശേഷ വെളിച്ചത്തിലേക്ക് നയിച്ചത്. എന്നാൽ അതേസമയം തന്നെ യാക്കോബായ സഭയിൽ നിന്നും മാർത്തോമാ സഭ ഉടലെടുത്തെങ്കിലും യാക്കോബായ പാരമ്പര്യങ്ങൾ മാർത്തോമാ സഭയിൽ കുറേയേറെ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ഡ്രസ്സിലാണെങ്കിലും മെത്രാപ്പോലിത്തമാരുടെ വസ്ത്രധാരണം, സഭ ഇങ്ങനെ എന്തെങ്കിലും പാരമ്പര്യത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? പാരമ്പര്യത്തെ ഇവാഞ്ചലിക്കൽ സഭയുടെ പള്ളികളിൽ ഒന്നാമത് നമ്മൾ കാണുന്ന വ്യത്യാസം, മധുബഹ എന്ന് പറയുന്നൊരു കാര്യമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിച്ച് കഴിഞ്ഞപ്പോൾ, കർത്താവിൻ പ്രാണനെ വിട്ടപ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായിട്ട് ചിന്തിപ്പോയി. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ളൊരു പ്രവേശനം, അത് എല്ലാ വിശ്വാസികൾക്കും രാജകീയ പൗരോഹിത്യമുണ്ട് എന്ന് ഇവാഞ്ചലിക്കൽ സഭ വിശ്വസിക്കുന്നു. ഇവാഞ്ചലിക്കൽ സഭയുടെ ഭരണഘടനയിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ വിശ്വാസികളും. എന്നാൽ ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരെന്ന് പറയുന്നവർ ഓരോ പ്രത്യേക ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിച്ച് ആക്കി വയ്ക്കപ്പെട്ടവരാണ്. അതെല്ലാ സഭകളും അതുകൊണ്ടൊരു ഡ്രസ് കോഡുണ്ട്. പൗരോഹിത്യത്തിന്റെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും അതിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ, ആമുഖത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം മാത്രം, അതാണ് സകല ഉപദേശ വിഷയങ്ങൾക്കും ആധാരമെന്ന്. സുവിശേഷ വിഹിത സഭയാണ്. സുവിശേഷ വിഹിത സഭയാണ്. സുവിശേഷ വിഹിത സഭ എന്ന് പറയുമ്പോൾ ബൈബിൾ മാത്രമാണ് അടിസ്ഥാനം. മറ്റ് യാതൊന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ. മാത്രവുമല്ല, സുവിശേഷ വിഹിത സഭ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, 66 പുസ്തകങ്ങളുണ്ട്, അതിലെ ചില ഭാഗങ്ങൾ മാത്രം വിശ്വസിക്കാം, ചില ഭാഗങ്ങൾ വിശ്വസിക്കാനൊക്കെ എന്നുള്ള ഒരു നിലപാട് പല സുവിശേഷ വിഹിത സഭകളിലുണ്ട്. എല്ലായിടത്തും ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കവർ ടു കവർ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം അവസാനം വാക്യം വരെ അതിലെ ഓരോ പദവും പദാനുപദ ദൈവ നിശ്വാസ്യത ഇവാഞ്ചലിക്കൽ സഭ വിശ്വസിക്കുന്നു. ഇതിനെ വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു. ഓരോ പദവും വ്യക്തികളാൽ ഒക്കെ എഴുതപ്പെട്ടതാണെങ്കിലും അവരുടെ ലാംഗ്വേജും അവരുടെ ചില പ്രത്യേകതകളും ഒക്കെ അവരുടെ എഴുത്തുകളിൽ നിഴലിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവത്രേ ദൈവവചനത്തെ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ പദാനുപദ ദൈവ നിശ്വാസ്യത, വെർബൽ പ്ലീനറി ഇൻസ്പിറേഷനിലാണ് ഇവാഞ്ചലിക്കൽ സഭ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉപദേശങ്ങൾക്കും ദൈവവചനത്തിന് അനുസൃതമല്ലാത്ത യാതൊരു ഉപദേശവും സഭയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. പൊതുവെ ഇവാഞ്ചലിക്കൽ സഭയിലെ വിശ്വാസികളും സുവിശേഷ പ്രവർത്തകരും വൈദികരൊക്കെ സുവിശേഷ വേലയോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. അതുമാത്രമല്ല, ദശാംശം കൊടുക്കുന്ന കാര്യത്തിലും സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും സാധുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ചെറിയൊരു സമൂഹമാണെങ്കിലും വളരെ മാതൃകാപരമായി സമൂഹത്തിൽ നല്ല സാക്ഷ്യമുള്ള ഒരു സമൂഹമാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ വിശ്വാസികളും സുവിശേഷ പ്രവർത്തകരും വൈദികരും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞതുപോലെ സഭയ്ക്ക് 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണുള്ളൂ. ഒന്ന്, ദൈവവചനം മാത്രം ഉപദേശത്തിനും നമ്മുടെ എല്ലാ ആചരണങ്ങൾക്കും ആധാരമെന്നുള്ള വിശ്വാസം. എന്നാൽ അതുമാത്രമല്ല, ആ ഉപദേശം പറയുകയും അത് ആധാരമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ വിശുദ്ധ ജീവിതമാണ് ലോകത്തിന് മുമ്പിൽ സഭയുടെ സാക്ഷ്യമെന്ന് ഈ സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും വിശ്വാസികളും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പം ചില ലോകത്തിൻ്റെ കെട്ടുപാടുകളിലൊക്കെ പെട്ട്
മനുഷ്യരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരും 100% നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ നമുക്ക് പറയുവാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു സിൻലെസ് പെർഫെക്ഷനെ കുറിച്ചല്ല പറയുന്നത്. എങ്കിലും ആവോളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അതാണ് ഈ സഭ കൊടുക്കുന്ന ഒരു വലിയ ഊന്നൽ. മാത്രമല്ല സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയൊരു ഊന്നൽ അത് ഈ സഭ കൊടുക്കുന്നു. അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പറയാമോ? ഏറ്റവും ഉയർന്ന സമിതി അത് പ്രതിനിധി സഭയാണോ? ബിഷപ്പ്മാരെന്താണ്? വൈദികരുടെ അധികാരങ്ങൾ എന്താണ്? സുവിശേഷകരുടെ പദവികൾ എന്താണ്? സേവനിമാരുടെ എന്താണ്? അങ്ങനെ അതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് പറയാമോ? സഭയുടെ പരമാധികാര സമിതി എന്ന് പറയുന്നത് സഭയുടെ പ്രതിനിധി സഭയാണ്. ഇടവക പ്രതിനിധി സഭ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇടവക പ്രതിനിധികൾ, ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികളും, അതായത് ഒരു ഇടവകളിൽ നിന്ന് ഒരു പ്രതിനിധി. ചില ഇടവകളിൽ നിന്ന് എണ്ണ കൂടുതലുള്ള 100 വീടുകൾ അധികം ഉള്ള ഇടവകളിൽ നിന്ന് 50 വീടുകൾ അല്ലെ 100 വ്യക്തികളിലധികമുള്ള 2 പ്രതിനിധികൾ വീതം. പിന്നെ പട്ടക്കാർക്കെല്ലാം പ്രാതിനിധ്യമുണ്ട്. ആക്റ്റീവ് സർവീസിലുള്ള സജീവ സേവനത്തിലുള്ള പട്ടക്കാരുടെ പ്രാതിനിധ്യം, ബിഷപ്പന്മാർ, വികാരി ജനറാളന്മാർ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രാതിനിധ്യ സഭയാണ് പ്രതിനിധി സഭ എന്ന് പറയുന്നത്. മാർത്തോമാ സഭാ മണ്ഡലം എന്ന് പറയുന്നതിന് തുല്യമായി രൂപീകരിക്കപ്പെട്ട പ്രതിസഭയ്ക്കാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉള്ളത്. പ്രതിസഭയ്ക്ക് ഒരു അധ്യക്ഷനുണ്ട്. പ്രതിസഭയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അധ്യക്ഷനും ഒരു ഉപാധ്യക്ഷനുമുണ്ട്. എന്നാൽ സഭയുടെ സെക്രട്ടറി തന്നെ ആയിരിക്കും പ്രതിസഭയുടെയും സെക്രട്ടറി, സഭയുടെ ട്രഷറർ. ആ നിലയിലാണ് ആ തീരുമാനങ്ങൾ. പ്രിസൈഡിങ് ബിഷപ്പാണ് സഭയുടെ അധ്യക്ഷൻ എന്നുള്ളത്. എന്നാൽ ബിഷപ്പന്മാർക്കും പ്രതിസഭ നൽകുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് സഭാ ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്രിസൈഡിംഗ് ബിഷപ്പ് കാണും. അദ്ദേഹം ആ പ്രിസൈഡിംഗ് ബിഷപ്പാണ് ഭരണത്തലവൻ. എന്നാൽ പ്രതിസഭ നൽകുന്ന അധികാരങ്ങളാണ് ബിഷപ്പിന്. എപ്പിസ്കോപ്പൽ സിനഡ് അല്ലെങ്കിൽ ബിഷപ്സ് കൗൺസിലുണ്ട്. എപ്പിസ്കോപ്പൽ സിനഡ് എന്നതിന് പറയുന്നില്ല, ബിഷപ്സ് കൗൺസിലുണ്ട്. ബിഷപ്സ് കൗൺസിലിലെ സഭാ സെക്രട്ടറി ഒരു ക്ഷണിതാവാണ്. ബിഷപ്പന്മാരുടെ സംഘമാണ്. അവരും ആത്മീയ കാര്യങ്ങൾ തീരുമാനിക്കുകയും സഭയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. സഭാ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റാണ്. സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രതിസഭയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സഭാ കൗൺസിലാണ്. ആ സഭാ കൗൺസിലാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത്. സഭാ സെക്രട്ടറി കൗൺസിലിൻ്റെയും സെക്രട്ടറി ആയിരിക്കും. ഈ സഭയുടെ സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് 4 തിരിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അതായത് സുവിശേഷ പ്രവർത്തന ബോർഡ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ അധികാരപരിധി, അതിൻ്റെ ഉദ്ദേശങ്ങൾ ഒന്ന് പറയാമോ? സഭയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക, ക്രോഡീകരിക്കുക, അതിന് വേണ്ട പിന്തുണ, സപ്പോർട്ട് കണ്ടെത്തുക, ഈ ചുമതലയെല്ലാം നിർവഹിക്കുന്ന സുവിശേഷ പ്രവർത്തന ബോർഡാണ്. എത്ര ബോർഡുകളുണ്ട്? സഭയുടെ സുവിശേഷ പ്രവർത്തന ബോർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ്. പിന്നെ സ്ത്രീജന പ്രവർത്തന ബോർഡ്, വിവാഹിതരല്ലാത്ത സേവിനിമാരായി പൂർണ്ണസമയം സമർപ്പിക്കപ്പെട്ട സേവിനിമാരുണ്ട്, അവരുടെയും പിന്നെ സഭയിലെ അതാത് സേവിനി സമാജങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സ്ത്രീജന പ്രവർത്തന ബോർഡുണ്ട്. യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ യുവജന പ്രവർത്തന ബോർഡ്, സൺഡേ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡ്. ഇങ്ങനെ പ്രധാനമായിട്ട് 4 ബോർഡുകളുണ്ട്. എന്നാൽ ചില വർഷങ്ങളായിട്ട് സഭയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 9ഓളം സ്കൂളുകൾ, 9-ലധികം ഞാൻ അതിൻ്റെ നമ്പർ സ്കൂളുകളുണ്ട്. പ്രത്യേകിച്ചും ഹൈസ്കൂളും ഒക്കെയുള്ള വലിയ സ്കൂളുകളുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം മിഷണറി സ്കൂളുകളാണ്. അവ ഏകോപിപ്പിക്കാൻ ഒരു എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി ഉണ്ട്. പിന്നെ സഭയുടെ പട്ടക്കാരുടെ ട്രാൻസ്ഫറും മറ്റും തീരുമാനിക്കുന്നത് പാസ്റ്ററൽ ബോർഡാണ്. അങ്ങനെ ഒരു ബോർഡുണ്ട്. അങ്ങനെയുള്ള സമിതികളുണ്ട്. സഭയിലെ പല സമിതികൾ, അല്ലാത്ത സമിതികളും ഉണ്ട്. ഇവയെല്ലാം കൂടെ ചേർന്നാണ്, ഏകോപിച്ചാണ് ഇതിൻ്റെ. അതായത് ആദ്യത്തേത് പ്രിസൈഡിംഗ് ബിഷപ്പ്, അതിനുശേഷം ബിഷപ്പ്മാര്, പിന്നീട് വികാരി ജനറൽമാര്, പിന്നെ സഭാ സെക്രട്ടറി, സഭാ ട്രഷറർ, അൽമായ ട്രസ്റ്റി ഉണ്ട്. പ്രതിസഭയ്ക്ക് ഒരു അൽമായ ഉപാധ്യക്ഷനുമുണ്ട്. കാരണം സഭയിൽ അൽമായക്കാർക്കും ഭരണ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അൽമായ ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അൽമായ ട്രസ്റ്റിയുമുണ്ട്.
അപ്പോൾ സഭയുടെ ഈ സുവിശേഷകരെ പരിശീലിപ്പിക്കാനായിട്ടുള്ള സഭയുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? സഭ പണ്ട് തൊട്ടേ ആരംഭിച്ചത് പി ജോൺ വർഗീസ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് തിരുവല്ലയിലായിരുന്നു. ഇപ്പോഴ് അവിടേക്ക് അധികം പേരെ കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ചും അന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് നടത്താൻ അധികം ആളുകളെ, മലയാളം മീഡിയം ബൈബിൾ സ്കൂളായിരുന്നു. ആ സ്കൂള് നല്ല നിലയിൽ നടന്നു വന്നിരുന്നു. എന്നാൽ അടുത്ത ചില വർഷങ്ങളായിട്ട് അധികം പേര് അങ്ങനെ പഠിക്കാനായിട്ട് വരാൻ ഇല്ലാഞ്ഞതുകൊണ്ട് അത് ഓൺലൈനായിട്ട് സഭയിലെ അൽമായരെ കൂടെ പഠിപ്പിക്കാനായിട്ട് ഓൺലൈൻ ബൈബിൾ സ്കൂളായിട്ട് അത് നടത്തുന്നുണ്ട്. അതുകൂടാതെ സഭയിലെ പട്ടക്കാരെ പരിശീലിപ്പിക്കാൻ, പട്ടക്കാർക്ക് പരിശീലനം നൽകാൻ, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ നൽകുവാനായിട്ട് 1987 സ്ഥാപിക്കപ്പെട്ട, മദ്രാസിൽ ചെന്നൈയിൽ സ്ഥാപിക്കപ്പെട്ട ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജുണ്ട്. ഇതുകൂടാതെ ഹിന്ദി ബെൽറ്റ് മിഷൻ്റെ കീഴിൽ ഹിന്ദി മേഖലയിൽ നിന്നുള്ള സുവിശേഷകരെ പരിശീലിപ്പിക്കാനായിട്ട് പ്ലാവുങ്കലച്ചൻ മെമ്മോറിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, പാംസ് എന്ന പേരിൽ. അത് ആംലയിൽ പ്രവർത്തിക്കുന്നു. പ്രാദേശിക മിഷണറിമാരേക്ക് ഹിന്ദി മീഡിയത്തിൽ അവിടെ പരിശീലനം നൽകുന്നു. അങ്ങനെ പരിശീലനത്തിനായിട്ട് തന്നെ ഈ 3 സ്ഥാപനങ്ങൾ പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് സഭയുടെ സുവിശേഷ ദർശനവും കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്ന് പറയാമോ? ഭാരത സുവിശേഷീകരണമാണോ അതോ ലോക സുവിശേഷീകരണമാണോ? ഭാരത സുവിശേഷീകരണം, കുറഞ്ഞ പക്ഷം ഭാരതമെങ്കിലും സുവിശേഷീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. നമുക്കറിയാം ഇന്നത്തെ ഭാരതത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച് എന്നാലും ഒരു 600 പ്രവർത്തകർ ഇന്ന് സഭയ്ക്ക് ഉണ്ട്. അതിൽ കുറച്ച് പേര് 142, 160 പേരോളം പട്ടക്കാരാണ്. എന്നാൽ കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഒരു 400ഓളം മിഷണറിമാർ സഭയ്ക്കുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് ഇവാഞ്ചലിസ്റ്റ് സഭ? അമേരിക്കൻ ഐക്യനാടുകളിൽ 10ഓളം ഇടവുകളുണ്ട്. പിന്നെ UK തന്നെ 4-5 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇടവുകളുണ്ട്. UAE എല്ലാ സുൽത്താനേറ്റുകളിലും ഇടവുകളുണ്ട്. സിംഗപ്പൂരിലൊരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചു, പക്ഷേ അത് ഇപ്പോഴാൾ കുറഞ്ഞു പോയതുകൊണ്ട് ഇനിയും ഓസ്ട്രേലിയ, ജർമ്മനി അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ അനേകരുണ്ട്. പക്ഷേ വലിയ വിസ്തൃതമായ രാജ്യങ്ങളായതുകൊണ്ട് അവിടെയൊക്കെ ഓൺലൈൻ കൂട്ടായ്മകൾ ചിലതൊക്കെ നടന്നു വരുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഈ സഭാ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നാണോ അതോ എന്തെങ്കിലും മറ്റ് സപ്പോർട്ടുകളുണ്ടോ? ഇന്ത്യക്കാരായ ആളുകൾ, പ്രത്യേകിച്ചും വിദേശത്തുള്ള ഇടവുകൾ, ഇന്ത്യക്കാരുടെ ഇടവുകൾ, ഇവിടുന്ന് പോയിട്ടുള്ളവർ, ഗൾഫിലും അമേരിക്കയിലും ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന്, ഇടവുകളിൽ നിന്ന് നടത്തുന്ന പിരിവുകളും അതിൻ്റെ അങ്ങനെ ലഭിക്കുന്ന സ്വമേധാ സംഭാവനകളും, പ്രത്യേകിച്ചും പിന്നെ പിരിവുകൾ, ആണ്ടുവരി, അതുപോലെ മിഷണറി സൺഡേ, സഭാദിനം, അങ്ങനെയൊക്കെയുള്ള പല പിരിവുകൾ നടത്തുന്നുണ്ട്. അതിലൂടെയൊക്കെ ലഭിക്കുന്ന പിരിവുകളും സ്വമേധാ സംഭാവനകളുമാണ് ഈ സഭയെ നിലനിർത്തുന്നത്. ഓക്കെ അച്ഛാ, എന്തായാലും ഇത്രയും സമയം ഈ ഇവാഞ്ചലിസ്റ്റ് സഭയെക്കുറിച്ച് പ്രതികരിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.